നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവനെ പഴയ സിദ്ധുവാക്കി മാറ്റണം. അതിന് നീ തന്നെ വിചാരിക്കണം. നിന്നെ കൊണ്ട് മാത്രമേ ഇവനെ സുഖപ്പെടുത്താനും ഇതുപോലെ സ്നേഹിക്കാനും രക്ഷിക്കാനും കഴിയൂ. നമുക്ക് കുട്ടനെ അകത്തുകൊണ്ടേ കിടത്താം. വാ മോളെ, വാ മോനെ, വാ കുട്ട. മുത്തശ്ശനോടും ദേവികേച്ചോടും ഞാൻ എന്താ പറഞ്ഞേ? എന്നിട്ട് എന്താ അവിടെ നടന്നത്? സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ദേവികേച്ച സമ്മതിച്ചു അല്ലേ? അതെ, അവള് സമ്മതിച്ചു. ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ചേച്ചിയുടെ ബുദ്ധിയും വിവേകവും ചിന്താശേഷിയൊക്കെ നശിച്ചു പോയോ? ഞാൻ എന്ത് പറയാനാ മോളെ? മുത്തശ്ശന് ചേച്ചിയെ തടയാൻ പാടില്ലായിരുന്നോ? ഞാൻ അവളോട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ അവളത് വകവച്ചില്ല. നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം അവള് പറഞ്ഞു. കൊള്ളാം. ഇതാണോ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം? അറിഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യ ഇത്. ശരി, ചേച്ചി ചേച്ചിയുടെ തീരുമാനം എടുത്തോട്ടെ. പക്ഷെ സിദ്ധുവേട്ടനും ദേവികേച്ചയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഗോപിക പറയുന്നേ. ഋഷി, ഞാനൊരു കാര്യം പറയാം. എന്റെ ചേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കില്ല. സിദ്ധുവേട്ടന് എനിക്ക് ഇഷ്ടമൊക്കെയാ, ഒരുപാട് ഇഷ്ടം, ബഹുമാനവും ഉണ്ട്. സിദ്ധുവേട്ടന് എന്റെ സ്വന്തം ചേട്ടനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നുവെച്ച് എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ല ഋഷി. അതിന് ഞാൻ സമ്മതിക്കില്ല, ഒരു കാലത്ത് സമ്മതിക്കില്ല. ഗോപിക, കാം ഡൗൺ. താനും സമാധാനപ്പെടും. അവര് തമ്മിലുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, വാക്കുറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി സമയമുണ്ട്. നാളെ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവില്ലേ? അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനല്ലേ പറയുന്നു. ഹരി. ചേട്ടാ, ഋഷിയുടെയും ഗോപികയുടെയും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. നാളെ ഡിസ്ചാർജ് ചെയ്യേ? നാളെ ഡിസ്ചാർജ് ആണെന്നോ? അതെ, നാളെ ഞങ്ങളങ്ങ് എത്തും. എല്ലാവരോടൊന്നും പറഞ്ഞേക്ക്, ഞാൻ രാവിലെ വിളിക്കാം. അതെ. എടാ ഹരി, എടാ ഫോൺ കട്ട് ചെയ്തല്ലോ. ആരായിരുന്നു മഹേട്ടാ? ഹോസ്പിറ്റലിൽ നിന്ന് ഹരിയാ വിളിച്ചത്. നാളെ ഋഷിയും ഗോപികയും ഡിസ്ചാർജ് ചെയ്യുന്നു. അയ്യോ അമ്മേ, ഈശ്വര, ഇപ്പോഴാ സമാധാനായ. എത്ര ദിവസമായിട്ട് അവര് ആശുപത്രിയിൽ കഴിയാ. ഇപ്പോഴെങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടായല്ലോ. ഇന്നിനി ഏതായാലും എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. അവരെ കാണണം, മനസ്സിന്റെ പെടപെടപ്പൊന്ന് കുറയണമെങ്കിൽ. എന്റെ അവസ്ഥ അത് തന്നെയാ. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദോഷങ്ങളും തീരാൻ പോവുകയെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.